ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ക്ലാസ് 9 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ. നിങ്ങൾക്ക് പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറയുന്ന 3 ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവയുടെ ജനറൽ ഫോർമുലയും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ആൽക്കെയിൻ എന്ന് പറയുന്നത് CnH2n+2 ആണ്. ആൽക്കീൻ ആണെങ്കിൽ CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ്. ഈ ജനറൽ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മക്കളെ ഇവിടെ നോക്കിയാൽ അറിയാം, ആൽക്കൈൻ എന്ന് പറയുമ്പോൾ CnH2n+2 ആണല്ലോ അതിന്റെ ജനറൽ ഫോർമുല. അതായത് ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് കാർബണിന്റെ എണ്ണത്തിനെയാണ്. എന്താണ്? കാർബണിന്റെ എണ്ണത്തിനെയാണ് n എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ കാർബണിന്റെ എണ്ണം 2 ആന്നിരിക്കട്ടെ. ഓക്കെ, എന്നിന്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? അതായത് 2n+2 നിങ്ങൾ എടുത്താൽ മതി. 2n+2 എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിലൂടെ 2 കൂട്ടിയാൽ നമുക്ക് അതിന്റെ ആൽക്കീൻ കിട്ടും. ഓക്കെ, ഇവിടെ കാർബണിന്റെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2ന്റെ ഇരട്ടി 4 ആണ്. ഈ 4ൽ കൂടെ വീണ്ടും 2 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈഡ്രജന്റെ എണ്ണമായ 6 കിട്ടുക. ശരിയല്ലേ? 2ന്റെ ഇരട്ടി 4, അതിന്റെ കൂടെ വീണ്ടും 2 കൂട്ടി, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. C3 എടുത്തു കഴിഞ്ഞാൽ 3 കാർബൺ ഉള്ള ആൽക്കൈൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ജനറൽ ഫോർമുല കൊടുക്കേണ്ടത്? CnH2n+2. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 3 ആണ് കൊടുത്തിരിക്കുന്നത്. 3ന്റെ ഇരട്ടി എടുക്കുക, അതിൽ കൂടെ 2 കൂട്ടുക. ഓക്കെ, 3ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 ആണ്. അതിൽ കൂടെ 2 കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 കിട്ടും. ശരിയല്ലേ? അപ്പൊ C3H8 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൽക്കീൻ കിട്ടും. ഇതുപോലെ തന്നെയാണ്, സിമിലർ ആയിട്ട് തന്നെയാണ് ആൽക്കീനും വരുന്നത്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള ഏതൊരു ഹൈഡ്രോ കാർബണേയും നമ്മൾ ആൽക്കീൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് C3 എടുക്കുകയാണ്. ഓക്കെ, C3 എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ എണ്ണം എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും. ബിക്കോസ് 2n ആണ്. 2n എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ എണ്ണം ഇരട്ടി ആയിരിക്കും. കാർബണിന്റെ എണ്ണത്തിനേക്കാൾ ഇരട്ടി ആയിരിക്കും ഹൈഡ്രജന്റെ എണ്ണം. അപ്പൊ ഇവിടെ C3 എടുത്തു കഴിഞ്ഞാൽ H എത്ര വരും? 6 വരും. റെഡി? അതിന് നോക്കുകയാണെങ്കിൽ ആൽക്കൈനിന്റെ കേസ് എന്ന് പറഞ്ഞാൽ, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടത്തെയും ഞാൻ എക്സാമ്പിൾ C3 എന്ന് എടുക്കുകയാണ്. ഓക്കെ, C3 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം എന്ത് വരും? ജനറൽ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ പറയൂ, ഇരട്ടിയിൽ കൂടെ 2 മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിലൂടെ 2 മൈനസ് ചെയ്താൽ നമുക്ക് ഹൈഡ്രജന്റെ എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ 3 ആണ് കാർബണിന്റെ എണ്ണം. അതിൽ നിന്ന് ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ 3ന്റെ ഇരട്ടി 6 ആണ്. അതിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? യെസ്, ഇവിടെ C3H എത്ര കിട്ടൂടാ? H4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ശരിയല്ലേ? യെസ്. അപ്പൊ അതാണ് നമുക്ക് ഈ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ദ ഹൈഡ്രോകാർബൺസ് ഇൻടു ആൽക്കൈൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ഈ ഹൈഡ്രോകാർബൺ, താഴെ കുറച്ച് ഹൈഡ്രോകാർബൺസ് കൊടുത്തിട്ടുണ്ട്, അതിനെ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ ആയിട്ട് തരംതിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണത്തിന്റെ ഒരു റിലേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല നമ്മൾ പഠിച്ചു CnH2n+2 ആണ് അല്ലെ. ആൽക്കീനിന്റെ പഠിച്ചു CnH2n ആണ്. ഇനി ആൽക്കൈനിന്റെ പഠിച്ചു CnH2n-2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണത്തിന്റെ ഒരു റിലേഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോമ്പൗണ്ട് C5 വെച്ചിട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോ C5H10 5 കാർബണും 10 ഹൈഡ്രജനും ആണ് ഉള്ളത്. എങ്ങനെ? 5 കാർബണും 10 ഹൈഡ്രജനും എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ. കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എങ്കിൽ ഇത് ആൽക്കീനിലായിരിക്കും പെടുന്നുണ്ടാവുക. എന്താ ഞാൻ പറഞ്ഞത്? കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ഉള്ളതെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് C5H10 എന്ന് പറയുന്നത് ആൽക്കീൻ ആണ്. റെഡി? ഇനി അടുത്തത് C6H14. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, C6H14 6 കാർബണും 14 ഹൈഡ്രജനും. അവ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പഠിക്കണം. എങ്ങനെ പഠിക്കാൻ പറ്റും? 6 കാർബണും 14 ഹൈഡ്രജനും എന്ന് പറഞ്ഞാൽ 6ന്റെ ഇരട്ടി 12, അതിലൂടെ 2 കൂട്ടിയതാണ് 14 എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ 6ന്റെ ഇരട്ടിയിലൂടെ എന്ത് കൂട്ടുന്നു? 2 കൂട്ടുമ്പോഴാണ് 14 കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏതിലായിരിക്കും പെടുക? 2n+2 എന്ന് പറഞ്ഞ ഇക്വേഷനിലല്ലേ? അതായത് അത് ഏത് ബിലോങ് ചെയ്യുന്നു? ആൽക്കൈനിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ C6H14 എന്ന് പറയുന്നത് ഏതിലായിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവുക? ആൽക്കൈനിലായിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എങ്കിൽ അത് ആൽക്കീനിലായിരിക്കും. ഇനി കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടെ 2 കൂട്ടിയതാണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. ഇനി കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടെ 2 കുറച്ചതാണ് ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അത് ആൽക്കൈനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ C3H4 ആണ്. ഇവ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചേ. കാർബണിന്റെ എണ്ണം 3, ഹൈഡ്രജന്റെ എണ്ണം 4. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ഏതാണ് റിലേഷൻ? 3ന്റെ ഇരട്ടി 6 അല്ലെ? 3ന്റെ ഇരട്ടി 6, അതിൽ നിന്ന് 2 കുറച്ചതാണ് ഈ പറഞ്ഞ H4 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ 3ന്റെ ഇരട്ടിയിലൂടെ 2 കുറച്ചു, ഇരട്ടിയിലൂടെ 2 കുറച്ചതാണ് ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അത് ഏതിലായിരിക്കും പെടുക? യെസ്, ഉറപ്പായിട്ടും ഏതിലാണ് പെടുക? ആൽക്കൈനിലാണ് പെടുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ C7H16. നിങ്ങൾ ആലോചിച്ച് നോക്കൂ റിലേഷൻ. C7 7 കാർബണും 16 ഹൈഡ്രജനും, 7ന്റെ ഇരട്ടി 14. ഈ 14ലൂടെ 2 കൂട്ടിയതാണ് 16 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇരട്ടിയിലൂടെ 2 കൂട്ടിയാൽ അത് ഏതിലായിരിക്കും പെടുക? ഏതിലായിരിക്കും പെടുക? ആൽക്കൈനിലാണ് പെടുക. അപ്പൊ C7H16 നമുക്ക് അവിടെ കിട്ടി, ആൽക്കൈനിലാണ് പെടുക. ഇനി അടുത്തത് C10H18 എന്ന് പറയുന്നത് നിങ്ങൾ ആ റിലേഷൻ കൃത്യമായിട്ട് ആലോചിക്കുന്നവർക്ക് കിട്ടും. ഓക്കെ, C10H18 എന്ന് പറഞ്ഞാൽ 10ന്റെ ഇരട്ടി 20, 20ൽ നിന്ന് 2 കുറച്ചതാണ് 18 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചാൽ അത് ഏതിലായിരിക്കും പെടുക? ആൽക്കൈനിലായിരിക്കും പെടുക. അതുകൊണ്ട് C10H എത്ര വരും? 18 വരും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് CH4. പലരും തെറ്റിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് CH4. ഓക്കെ, പലരും എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് CH4ന്റെ കേസ്. CH4 എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്നത് 1 ആണ് മക്കളെ, അതായത് ഒരു കാർബൺ ആയിരിക്കും ഉണ്ടാവുക. ഈ 1ഉം 4ഉം നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? 1ന്റെ ഇരട്ടിയാണ് 2, അതിലൂടെ 2 കൂട്ടിയതാണ് 4 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ 1ന്റെ ഇരട്ടിയിലൂടെ എന്ത് കൂട്ടി? 2 കൂട്ടി എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലൂടെ 2 കൂട്ടിയാൽ അത് ഏതായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും. സോ CH4 എന്ന് പറയുന്നത് ഒരു ആൽക്കൈൻ ആണ്. ഓക്കെ ആണല്ലോ? ഇനി C2H2. C2H2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നവർക്ക് അറിയാം, C2H2 2 കാർബണും 2 ഹൈഡ്രജനും. ഇവ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ വരിക? അതായത് 2 കാർബണിന്റെ എണ്ണത്തിന്റെ ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുക. ശരിയല്ലേ? അപ്പോൾ 2 കാർബണും 2 ഹൈഡ്രജനും, കാർബണിന്റെ എണ്ണം 2, അതിന്റെ ഇരട്ടി 4, അതിൽ കൂടെ വീണ്ടും 2 കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2 കിട്ടിയത്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, പലർക്കും കൺഫ്യൂഷൻ അടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, C2H2 എന്ന് പറയുന്നത് ഇരട്ടിയിൽ കൂടെ 2 കുറച്ചതാണ് അല്ലെ? കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടെ 2 കുറച്ചതാണ് ഹൈഡ്രജന്റെ എണ്ണം. ഓക്കെ, അപ്പൊ ഇരട്ടിയിൽ കൂടെ 2 കുറച്ചാൽ അത് ഏതായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും. സോ C2H2 എന്ന് പറയുന്നത് ഏതായിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവുക? ആൽക്കൈനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യമേ നോട്ട് ചെയ്ത് വെക്കുള്ളൂ, അതായത് കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ പഠിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതായത് ഇവിടെ ആൽക്കൈൻ ആണെങ്കിൽ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടെ 2 കൂട്ടിയാൽ അത് എന്തായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും. ഇനി കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ഉള്ളതെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. രണ്ടാമത്തതായിരിക്കും ആൽക്കീൻ ആയിരിക്കും. ഇനി കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിലൂടെ 2 കുറച്ചതാണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. ഈ ചോദ്യം എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.